اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാവരും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അപ്പോ നമ്മളെല്ലാവരും അത്യുജ്വലമായ ഒരു 10 ദിവസത്തെ യാത്രയിലാണ് അല്ലേ? അതെ. അത്യുജ്വലം എന്ന് പറഞ്ഞാല് കുറഞ്ഞു പോകുന്നില്ല, അത്യുജ്വലം അതന്നെ വിശേഷിപ്പിക്കണ്ടേ ഈ ഒരു യാത്രനെ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ആ യാത്രയില് നമ്മൾ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് കൂടിയിട്ടുള്ളത്. അതിലുപരി ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം സന്തോഷമുള്ളൊരു ടൈമാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞുകൊണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഒരു 3 അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട്. അൽഹംദുലില്ലാ, അപ്പൊ നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്ത പോലെ അതിലൊരു റാഹത്ത് പ്രത്യേകത ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നോ? അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഇനി നമുക്ക് എന്താ പറയാ, നന്ദി പറയാൻ, അല്ലെങ്കിൽ അവരെ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മളെ സ്പീക്ക് ഓൺ ടീമിനെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന് അതിലവര് പ്രയത്നിച്ച് ഈ 10 ദിവസം നീളുന്ന ഈ ഒരു യാത്രയില് ഉടനീളം അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ അവരെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അവർക്ക് അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നതേ ഒരു കഥയിൽ നിന്നാണ്. കഥ എന്ന് പറയുമ്പോ വലിയ ആൾക്കാരായാലും വേണ്ടില്ല, ചെറിയ ആൾക്കാരായാലും വേണ്ടില്ല, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? അതെ അതെ. അപ്പോ കഥയിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഇൻഷാ അല്ലാഹ്. ചുറ്റുപാടും ആരുമില്ലാതെ മലമുകളിൽ ഇരുന്ന ആ സ്ത്രീ വിദൂരതയിലേക്ക് കണ്ണോടിച്ചു. അവൾ ആരെയും കണ്ടില്ല. അവൾ മലയിറങ്ങി താഴ്വര കടന്ന് മറ്റൊരു മലയിൽ കയറി. വീണ്ടും ദൂരത്തേക്ക് ഉറ്റുനോക്കി. പിന്നെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവളുടെ കുട്ടി കരയുകയായിരുന്നു. കുഞ്ഞിന് ദാഹിച്ചു. ഉമ്മയുടെ കയ്യിൽ ഒരിറ്റ് വെള്ളമില്ല കുഞ്ഞിന് കൊടുക്കാൻ. മാതാപിതാക്കളുടെ കാതുകളിലെ ഏറ്റവും കഠിനമായ ശബ്ദങ്ങളിൽ ഒന്നാണ് അവരുടെ കുട്ടിയുടെ കരച്ചിൽ. ഇവിടെയും ഉമ്മയുടെയും സ്ഥിതി അതായിരുന്നു. അങ്ങനെ അല്ലാഹു ഇടപെടുന്നത് വരെ അവൾ വീണ്ടും 2 മലകൾക്കിടയിൽ ഓടിക്കൊണ്ടിരുന്നു. ഭൂമിയെ അടിച്ച് ഉമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി വെള്ളം കൊണ്ടുവരാൻ അവൻ ജിബ്രീൽ അലൈഹിസ്സലാമെ അയച്ചു. ഇന്നും ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ഓട്ടം നടത്തുന്നത്. അവൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹു വിടുവിച്ചു. നമ്മളെ സൂറത്ത് അൽ ബഖറയിൽ പറയുന്നുണ്ട്, ഫദ്കുറൂനി അസ്കുർക്കും, അതിനാൽ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. സുബ്ഹാനല്ലാഹ്, എന്താല്ലേ? അപ്പൊ ആരെ കഥയാണ് ഇപ്പൊ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതറിയാത്തതായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല അല്ലെ? തീർച്ചയായും. ആ കഥയിൽ നമ്മളിപ്പോ പറഞ്ഞപ്പോ നമ്മളിങ്ങനെ അവിടെ ഒരു വിഷ്വലൈസ് ചെയ്ത് നോക്കുമ്പോല്ലേ, എന്താണ് എനിക്കെന്നെ പറയാൻ വാക്കുകൾ കിട്ടണം. ഇവിടെ ഈ കഥ പറഞ്ഞതിന്റെ ബാക്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇവിടെ ഹാജറ ബീവിനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകുമ്പോ ഹാജറ ബീവി ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? എന്നാൽ ഓക്കെ, അവിടെ കഴിഞ്ഞു, പിന്നെ കൂടുതലൊന്നുമില്ല. അതാണ് വിശ്വാസത്തിന്റെ പവർ അല്ലെ? ഈ ആത്മവിശ്വാസം ഹാജറ ബീവിക്ക് എവിടുന്നാ കിട്ടിയത്? യെസ്, ഓൾറെഡി ഇവിടെ മെസ്സേജിൽ ഉത്തരം വന്നു. അതെ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള ആത്മവിശ്വാസം ഹാജറ ബീവിക്ക് കൊടുത്തത്. അപ്പൊ നമ്മൾ സ്ത്രീകൾ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി എടുക്കാൻ പറ്റിയതാണ് ഹാജറ ബീവിന്റെ ഈ കഥ.
അല്ലെങ്കിൽ ഹാജറ ബീവി തന്നെ. അപ്പോ ഇവിടെ നമ്മളെ വിഷയം ആത്മവിശ്വാസത്തിന്റെ പൊരുൾ എന്നാണ്. ആളുകൾ മൈക്ക് മ്യൂട്ട് ചെയ്യാത്തുണ്ട്, അതുകൊണ്ട് അതിന്റെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കും. ഈ ആത്മവിശ്വാസം എന്നത് കേവലം ഒരു മാനസികാവസ്ഥയല്ല, അത് നമ്മളുടെ സ്വയം അവബോധമാണ്. അതായത് ഇപ്പൊ നമ്മളെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു വ്യക്തി, അതായത് ആ വ്യക്തിയുടെ മാനസികമായ അവസ്ഥയെ പരിപാലിക്കുന്ന ഏറ്റവും നല്ലൊരു ഗുണമാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി തന്റെ സ്വന്തം കഴിവുകളെയും സാധ്യതകളെയും തിരിച്ചറിയാൻ മാത്രമല്ല അതിനെ വികസിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അയാൾ തന്റെ ലക്ഷ്യങ്ങളെ നേടുകയും ചെയ്യും. ആ ലക്ഷ്യങ്ങൾ അയാൾ നേടുമ്പോൾ അയാൾക്ക് ഉള്ള ആത്മവിശ്വാസത്തിൽ നിന്നും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ആത്മവിശ്വാസം എന്നുള്ളതിൻ്റെതൊക്കെ എനിക്ക് തോന്നുന്നു ശാസ്ത്രപരമായിട്ടൊക്കെ ഇസാന നിങ്ങളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല്, ഇസ്ലാമിൽ ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ അതാണ് ആത്മവിശ്വാസം. യഥാർത്ഥത്തിൽ തവക്കുൽ എന്നതാണ് ആത്മവിശ്വാസത്തിന്റെ പൊരുൾ. അപ്പൊ എന്താണ് തവക്കുൽ? പടച്ച റബ്ബ് അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ വക്കീൽ, വിശ്വസിക്കാൻ കഴിയുന്നവൻ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ ഒന്നാണ് അൽ മുതവക്കിൽ, അള്ളാഹുവിൽ നിരന്തരം ഭാരമേൽപ്പിക്കുന്നവൻ. നേരത്തെ നമ്മൾ ഹാജറ ബീവിന്റെ കഥ പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കഥ അറിയാത്ത ഒരു കുട്ടിയും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ കഥ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പൊ ഈ ഇബ്രാഹിം നബിനെ തീയിലെറിഞ്ഞ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, അവനാണ് വിശ്വസിക്കാൻ ഏറ്റവും നല്ലവൻ. സുബ്ഹാനല്ലാഹ്, അതിൽ തന്നെ ഉണ്ട് എല്ലാം അല്ലെ? അതെ. ഇതിൽ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ആദ്യ ഭാഗം ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, അതാണ് തവക്കുലിന്റെ ആദ്യത്തെ പോയിന്റ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് സമയത്തും നമ്മൾ ഇനി എന്ത് തന്നെ ചിന്തിച്ചാലും അല്ലാഹു മാത്രം മതി നമ്മൾക്ക്. ഈ ഒരു തിരിച്ചറിവ് നമ്മളെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അല്ലാഹു മാത്രം മതി അല്ലെ? ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അല്ലാഹുവിനെ മാത്രം മതി. അൽഹംദുലില്ലാഹ് പഠിച്ചോനെ. ഇനി ഇബ്രാഹിം നബിന്റെ ദുആയുടെ രണ്ടാം ഭാഗം എടുക്കുകയാണ്. വനിഅമൽ വകീൽ, അവനാണ് വിശ്വസിക്കാൻ ഏറ്റവും നല്ലവൻ. ആ രണ്ടാമത്തെ ഭാഗം നമ്മളെ തവക്കുലിന്റെ രണ്ടാമത്തെ പോയിന്റാണ്. അതായത് നമ്മൾ ആവശ്യങ്ങളൊക്കെ മുഴുവനായി അല്ലാഹുവിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോ നിങ്ങൾ തന്നെ എടുക്കുക. സ്വസ്ഥമായി ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച് ക്ലാസ് കേൾക്കുന്ന നമ്മൾ, മറുഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് പിന്നെ ഉള്ള കുറച്ച് ആളുകൾ, അങ്ങനെ രണ്ട് ആളുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ആവശ്യം അല്ലാഹു ആണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല അല്ലേ? ശരിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം തവക്കുൽ, അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ തവക്കുൽ എന്താണ്? അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതിലും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു. അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്ന ഇന്ന് എന്താണ്, നാളെ എന്താണ്, അതൊക്കെ പോട്ടെ, ഇന്ന് ഇഫ്താർ വരെ എത്തുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഫലസ്തീൻ ജനതകൾ അവരൊരു ഭാഗത്ത്, മറുഭാഗത്ത് നമ്മളെ പോലെയുള്ള ആളുകൾ എന്തായാലും 2 ദിവസത്തേക്കുള്ള ഒരു ഭക്ഷണം ഫ്രിഡ്ജിൽ ഉണ്ടാവും, അല്ലെങ്കിൽ
ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ അടുക്കളയിലുണ്ട്. ഇപ്പുറം നമ്മളും അപ്പുറം അവരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രണ്ട് വിഭാഗം ആൾക്കാർക്കും അള്ളാഹുവിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് തവക്കുൽ. അൽഹംദുലില്ലാഹ് അർച്ചനെ. ഇനി മൂന്നാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അള്ളാഹു ചെയ്യുന്നത് എന്തും നമുക്ക് നല്ലതാണെന്ന ധാരണയാണ് തവക്കുല്. സുബ്ഹാനല്ലാഹ്. നമുക്ക് യൂസഫ് നബിന്റെ കഥ ഒന്ന് പറഞ്ഞു നോക്കാം. കഥയായിട്ട് പറയുന്നില്ല, ഞാൻ ആ ഇൻസിഡൻസ് കുറച്ച് പറയാം. യൂസഫിനെ കിണറ്റിലെറിഞ്ഞു, അത് തെറ്റായിരുന്നു. അവനെ പിടികൂടി അടിമത്തത്തിലേക്ക് വിറ്റു, അത് വിഡ്ഢിത്തമായിരുന്നു. അവന്റെ യജമാനന്റെ ഭാര്യ അവനെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൻ വിസമ്മതിച്ചപ്പോൾ അവനെ ജയിലിലടച്ചു. അനീതിയായിരുന്നു അത്. ഇങ്ങനെയൊക്കെ ഇതിൽ പരം ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാനില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ച യൂസഫ് നബിക്ക് എന്നിട്ടും അതെല്ലാം അവന് നല്ലതായാണ് ഭാവിച്ചത്. അതുകൊണ്ടാണല്ലോ പിന്നീട് ഈജിപ്തിലെ രാജാവായ യൂസഫ് നബി പറഞ്ഞു, അള്ളാഹു തന്നോട് അൽ ലത്തീഫാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അൽ ലത്തീഫ്, സൂക്ഷ്മതയുള്ളവനാണ്. അടിമക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ അടിമക്ക് പ്രയോജനം നൽകുന്നവനാണ് അവൻ. അടിമ ശിക്ഷിക്കപ്പെടുമ്പോൾ ലോകം മുഴുവനും വിചാരിക്കുന്ന നേരത്തും അവന്റെ അടിമയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് അവൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം, ഈ പറഞ്ഞതിലൊക്കെ ചെറുതായ കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു മതിയെന്ന്, നമുക്ക് അവന്റെ ആവശ്യമുണ്ടെന്ന്, അവൻ അനുവദിക്കുന്നതെന്തും നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, തീർച്ചയായും നമുക്ക് പറയാനോ ഒന്നുമില്ല അതിന്റെ അപ്പുറത്തല്ലേ. അപ്പൊ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നത് എളുപ്പമാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എളുപ്പമാണെന്ന് നമുക്ക് തോന്നിയാലും ആ തോന്നൽ ഉണ്ടായിക്കൊണ്ട്, ആ എളുപ്പം ഉണ്ടായിക്കൊണ്ട് അവന്റെ കൽപ്പനകൾ പാലിക്കുന്നതാണ് തവക്കുൽ. ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അവനെ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് സ്വർഗം കിട്ടുമെന്ന് അത് വിചാരിക്കുന്നതാണ് തവക്കുൽ. കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നുമെങ്കിലും എല്ലാം ശരിയാകുമെന്നുള്ള ധാരണയാണ് തവക്കുൽ. സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോ എനിക്ക് തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ താക്കോലിലൊന്നാണ് തവക്കുൽ. ആ താക്കോലിനെ നമ്മൾ മുറുകെ പിടിച്ചേ പറ്റൂ, മുറുകെ പിടിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തിലെ ഏറ്റവും നല്ല പഴങ്ങളിലൊന്നാണ് തവക്കുൽ. അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു, തവക്കുൽ അതാണ് ആത്മവിശ്വാസത്തിന്റെ പൊരുൾ. ഇസ്ലാമിൽ ഒരു വിശ്വാസി, അത് നമ്മളൊക്കെ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, കാണാത്ത അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്. അതാണ് നമ്മളെ ശക്തി. അതിലപ്പുറം ശക്തിയൊന്നും നമുക്ക് വേണ്ട. ബട്ട് ആ വിശ്വാസം അത് ദൃഢമായിരിക്കണം. അതിന്റെ മേലേക്ക് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നല്ല, നമുക്കതിന് പറ്റരുത്. ആ അടിയുറച്ച വിശ്വാസം അതാണ് നമുക്ക് വേണ്ടത്. ആ തവക്കുലാണ് ആത്മവിശ്വാസത്തിന്റെ പൊരുൾ. ഇൻഷാ അല്ലാഹ്. അപ്പോ തവക്കുലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാഅല്ലാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി.
അൽഹംദുലില്ലാഹ് ദർവാസി ജിനാന്റെ കീഴിൽ നടത്തുന്ന 10 ദിവസത്തെ ദർവാസ് പ്രോഗ്രാമിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്നീ ഒരു നിമിഷത്തില് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ പൊരുൾ എന്നുള്ളതാണ്. ബിബി ഓൾറെഡി തവക്കുലിനപ്പുറം ഒരു മുഅ്മിന് വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ എങ്കിലും അതിനോട് ചില കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇൻഷാല്ലാഹ് ഞാൻ ആ ഒരു കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഒരിക്കലും 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒന്നാണ് തവക്കുൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊരു ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നോ? കുറവാണെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോ നമ്മൾ ആത്മവിശ്വാസം എന്നുള്ളത് 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം എന്നുള്ളത്. എങ്കിലും ചില ഭാഗത്ത് കൂടെ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ട് നമുക്ക് ആ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ബിബി പറഞ്ഞതിനോട് കൂടി ചേർത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു തആല എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. അതിനപ്പുറം വേറൊരു ചിന്തയോ ഒരു വാക്കോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മള് ഇതില് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് നിങ്ങള് ഏജ് ഒന്ന് അറിയണമായിരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് ഏജ് ഒന്ന് കമന്റ് ചെയ്യോ. അതിനൊപ്പം തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത് എന്ന് കൂടെ ഒന്ന് അറിയോ. ഇപ്പൊ അടുക്കളയിലോ അല്ലെങ്കിൽ റൂമിലോ എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് അതൊന്ന് പറയോ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് എന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ കേൾക്കുന്നത് കണ്ണൂരാണ്. ഞാനുള്ളത് വീട്ടിലെ ഒരു റൂമിൽ ഡോർ അടച്ചിട്ടാ കേൾക്കുന്നത്. കാരണം എന്തെങ്കിൽ നമുക്ക് ഇത് ശരിക്കും നമ്മളെ മനസ്സിലേക്ക് കടത്താൻ പറ്റും, വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത. അല്ലാണ്ട് അടുക്കളയിലും മറ്റുള്ള സ്ഥലത്താകുമ്പോൾ നമ്മളെ ചിന്ത മാറിയിട്ട് ക്ലാസ് ശരിക്കും നമുക്ക് മനസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് ബെഡ്റൂമിൽ കയറിയിട്ട് ഡോർ അടച്ചിട്ടാണ് ശരിക്കും അതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ കാത്തിരുന്നിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. ഇതിനപ്പുറം കേൾക്കാൻ പറ്റും. കാരണം മാക്സിമം എല്ലാ ആൾക്കാരും റൂമിൽ വന്നിരുന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നമ്മളെ കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ ഒന്നുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വിഷയത്തിലേക്ക് വരാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഡെയിലി എല്ലാരും ഹദ്ദാദ് ഓതാറുണ്ടോ? ഡെയിലി ഓതാറുണ്ടോ? സന്തോഷം. ഒരാൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും പടച്ചോൻ അയാൾക്ക് കൊടുക്കൂല. അതായത് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ പടച്ചോൻ അയാൾക്ക് കൊടുക്കൂ എന്നുള്ളത് ശരിയാണോ? നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ പടച്ചോൻ നമുക്ക് തരത്തില്? ചില സമയത്ത് നമ്മളെ ഉമ്മനെ പടച്ചോൻ വിളിക്കാറുണ്ട്, ചില സമയത്ത് നമ്മളെ ഉപ്പനെ വിളിക്കും, നമ്മളെ മക്കളെ വിളിക്കും, ഭർത്താക്കന്മാരെ പടച്ചോനടുത്തേക്ക് വിളിക്കും. ഈ സമയത്തൊക്കെ പടച്ചോൻ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ തരുന്നത്? അല്ലെങ്കിൽ കടം കൊണ്ട് വലിഞ്ഞ് ഒരു മുന്നോട്ടൊരു മാർഗ്ഗം ഇല്ലാന്ന് ചിന്തിക്കുന്ന സമയത്തും അത് നമുക്ക് താങ്ങാൻ പറ്റുമോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്ന്? സ്വന്തം നമ്മളെ കുഞ്ഞു മക്കള് പടച്ചോന്റെ ഉത്തരം നൽകിയിട്ട് ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്കത് പടച്ചോന് നല്ലതിനാന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല എന്നുള്ള ആൻസർ ഉണ്ട്, ഉണ്ട് എന്നുള്ള ആൻസർ ഉണ്ട്. മാഷാഅല്ലാഹ്. പക്ഷെ ഈ ഒരു ഒറ്റ വാക്കിലൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും പടച്ചോൻ അയക്ക് കൊടുക്കൂല. ഇപ്പോ പടച്ചോൻ എന്റെ ഉമ്മനെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മയില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റും എന്ന് പടച്ചോനെ അറിയുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഉമ്മയില്ലാത്ത മോളായിട്ട് എന്നെ ജനിപ്പിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഉപ്പ ജീവിക്കുന്നതിനിടയ്ക്ക് ഉപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപ്പന്റെ സമ്പാദ്യം ഇല്ലാതെ സ്വയം സമ്പാദ്യം ഉണ്ടാക്കി ജീവിക്കാനും ഉപ്പന്റെ തണലില്ലാതെ ഉമ്മക്ക് എന്നെ വളർത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉപ്പ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാവാം. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്വന്തം ഭാര്യ, ഉപ്പ, ഉമ്മ തുടങ്ങിയിട്ട് എല്ലാവരുടെ വിയോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കത് താങ്ങാൻ വേണ്ടി പറ്റുമെന്ന് പടച്ചോനറിയാം. നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് പടച്ചോന് മാത്രം. അല്ലാണ്ട് നമ്മളെ ഉപ്പയോ ഉമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒന്നും നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ പഠിച്ചവനക്ക് അറിയാം എനിക്ക് എന്ത് പറ്റും, എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റും എന്ന് പഠിച്ചവനക്കറിയാം. ആ രീതിയിൽ പഠിച്ചവൻ നമ്മളെ പരീക്ഷിക്കുള്ളൂ. പിന്നെ ദുനിയാവിലെ പരീക്ഷണം എന്ന് പറയുന്നത് എന്താ പറയാ, അദ്ദുനിയാവ് സിജനുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീന്റെ ഒരു മുഅ്മിന് ജയിലാണ് ദുനിയാവ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ നമ്മള് ദുനിയാവിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പടച്ചോൻ തരും, ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങൾ തരുന്നത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രാത്രിയുടെ ഇരുട്ടിലോ പകലിന്റെ വെളിച്ചത്തിലോ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് നമുക്ക് കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ തരും. ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിട്ട്
മുന്നോട്ട് പോയിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ പാപമുക്തമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പഠിച്ചു ചെയ്യുന്നത്, നമുക്ക് കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ തരുന്നത്. സോ ഒരിക്കലും നമ്മളെ പരീക്ഷണങ്ങൾ ഓക്കെ. സോ ഇൻഷാല്ലാ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കുടുങ്ങിപ്പോയ 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കിത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല എന്നുള്ള തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഹദ്ദാദ് ഓതുന്ന സമയത്ത് നമ്മൾ അർത്ഥം അറിഞ്ഞ് ഓതുമ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണത്. നമുക്ക് അർത്ഥം അറിഞ്ഞ് ഓതാന്നുണ്ടെങ്കിൽ അറിയും എന്നുണ്ടെങ്കിൽ ഖുറാനും ഹദ്ദാദും തന്നെ ധാരാളമാണ് നമുക്ക് ജീവിതത്തിൽ. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലാസ്സിന്റെയോ ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരൊറ്റ ഹദ്ദാദിൽ ഒരാൾക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നത് പഠിച്ചു എനിക്ക് തരും എന്നുള്ള ഒറ്റ വിശ്വാസം, അത് മാത്രം മതി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനോട് കൂടി 2-3 കാര്യം ചെയ്തിട്ട് ഹലോ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവൂലേ, അപ്പൊ ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അത് നമുക്ക് കണ്ടാൽ തോന്നുന്നത് അവര് അനുഭവത്തിൽ അത് അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് തോന്നാം. താങ്ങാൻ കഴിയില്ല നമുക്ക് തോന്നും, പക്ഷെ അത് ഒരിക്കൽ പറ്റുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഒരാൾക്ക് കൈ കൊടുത്തില്ല, കാലില്ല, കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, എങ്കിലും അതുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതെന്ന് പലരും തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എനിക്ക് കാലില്ല, എനിക്ക് കൈയില്ല, ഓക്കെ അപ്പൊ എനിക്ക് നടക്കാൻ വേണ്ടി പറ്റൂല, റൂമിന്റെ ഉള്ളിൽ കുത്തിരിക്കണം, ഈ ഒരു രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ആയി പോകും. പഠിച്ചുള്ള ഓരോ ഹിൻസ് നമുക്ക് തരുകയാണ്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയാണ് വ്യത്യാസം. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. ഇപ്പൊ നൂർ ജലീൽ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് ഭിന്നശേഷിക്കാരായിട്ട് പോലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ആൾക്കാർ നമ്മളെ കൺമുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇതേ സ്ഥലത്ത് തന്നെ ഒന്ന് കയ്യില്ലാന്നോ അല്ലെങ്കിൽ എന്ത് വയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ ചടങ്ങിയിരിക്കുന്ന ആൾക്കാർ നമുക്കറിയാം. അപ്പം പരീക്ഷണങ്ങൾ പഠിച്ചുകൊണ്ട് തരുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുന്ന അവിടെയാണ് നമ്മുടെ തവക്കുലും ആത്മവിശ്വാസവും ഒന്നുകൂടെ. ഓക്കെ അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ലൈഫില് നമ്മൾ കുറച്ച് മതിലുകൾ പണിയണം. മതിലുകളൊക്കെ അറിയില്ലേ, കുറച്ച് മതിലുകൾ നമ്മൾ പണിയേണ്ടതുണ്ട്. കാരണം നമ്മള് കുറെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില മതിലുകൾ കെട്ടുന്ന സമയത്ത് നമുക്ക് ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകാനും അതുവഴി നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10:30-ക്ക് ശേഷം ഫോണിനൊരു മതിൽ വെക്കുക. അതുപോലെ തന്നെ ചില എന്താ പറയാ കുത്തും കുഞ്ഞായ്മയും മാത്രം പറയുന്ന ചില ബന്ധങ്ങളില് ഒരു പതിയെ മറ്റൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വാള് വെക്കുക. ഒരറിയരുത് നമ്മൾ അവിടെ വാള് വെച്ച് ഒരു മതില് വെച്ചതായിട്ട്. അങ്ങനെ അവര് പോലും അറിയാതെ നമുക്ക് നെഗറ്റീവ് എവിടുന്ന് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് മോശപ്പെട്ട എന്ത് എവിടുന്നാണ് കിട്ടുന്നത് അവിടെ നമ്മളൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വാള് വെക്കാൻ വേണ്ടി ഒരു ചുമര് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്കിപ്പോ 10-40 ഇതിലൊക്കെ വയസ്സ് പറഞ്ഞിട്ടുണ്ട്, 50, 10, 60, 20 അങ്ങനെ ഒരുപാട് വയസ്സ് നമുക്ക്. ഇനി എനിക്കിപ്പോ അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. 50 വയസ്സായി, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ജോലി ചെയ്യാനാ, ഇനി കുട്ടികളെയും മക്കളെയും നോക്കിയിട്ട് വീട്ടിൽ മൊത്തം പണിയിട്ട് കുത്തിരിക്കാം, ഇതല്ലേ ജീവിതം. ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ശരീരത്തിന് എത്ര വില ഉണ്ടെന്നറിയാം? നിങ്ങളുടെ ശരീരത്തിന് എത്ര വില ഉണ്ടെന്നറിയും? നമ്മുടെ ശരീരത്തിന്റെ വില നമുക്ക് അറിയണമെങ്കിൽ ഒന്നുമില്ലാത്ത ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ വില അറിയും. ശരിക്കും അത്ഭുതങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ. ഇപ്പൊ നമ്മള് ഫോണിലൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐഫോണും സാംസങ് S23 ഒക്കെ തുടങ്ങിയിട്ട് പുതിയ വേർഷൻ ഓഫ് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാരിറ്റി നമ്മൾ നോക്കുന്നത് അതിന്റെ ക്യാമറകളിലാണ് അല്ലെ? അപ്പൊ പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ക്യാമറ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം പവറുള്ള കണ്ണ് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ കാര്യം കേൾക്കാൻ പറ്റുന്ന കാത് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. നടക്കാൻ കഴിയുന്ന കാലുകൾ, ചലിക്കാൻ കഴിയുന്ന കൈകള്, നമ്മുടെ ദഹനത്തിനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ പണിയെടുക്കലാണോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണോ നമ്മൾ? മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ എങ്കിലും അത് മാത്രമാണോ ജീവിതം? നമുക്ക് പഠിച്ചത് ഇത്രത്തോളം ഞാമത്തോട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പടച്ചോന് അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പടച്ചോൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ ഭൂമിയിൽ പടച്ചോൻ സൃഷ്ടിച്ചത് അമലുകൾ ചെയ്യാണ്, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും 24 മണിക്കൂർ നമ്മളാരും ഇബാദത്ത് ചെയ്യുന്നവരല്ല. അതിനോട് ഒപ്പം തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കലോ ഖുർആൻ എടുത്ത് ഓതലോ അത് മാത്രമല്ല ഇബാദത്ത്, ഉറക്ക് പോലും ഇബാദത്താണെന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ വിശ്വാസികളാണ് നമ്മൾ. സോ ചെയ്യുന്ന കാര്യങ്ങളിൽ, പറയുന്ന വിഷയങ്ങളിൽ ആ ഒരു ഇബാദത്ത് എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗപ്രദമാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഉറക്ക് പോലും ഇബാദത്താകുമ്പോ 24 മണിക്കൂറും നമുക്ക് ജീവിതത്തിൽ ഇബാദത്താക്കാൻ പറ്റൂലേ? പറ്റും, നമുക്ക് ഇബാദത്ത് വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ വീട് അടിച്ചു വാരുമ്പോ പോലും നമ്മള് വിക്രസല് അടിച്ചു വാരുമ്പോൾ കാബ ശുദ്ധീകരിക്കുന്ന കൂലിയല്ലേ കിട്ടുന്നത്? ആണ്, അതൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ചോദിക്കുന്നത് നിങ്ങൾ സംതൃപ്തയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് ഇത്രയും വർഷങ്ങൾ 10-20 വർഷങ്ങൾ വീട്ടിൽ പണിയെടുക്കുക, ഞാൻ കേട്ടൊരു കാര്യമാണ്, എപ്പോഴും ഇതന്നെ പണി, രാവിലെ എണീക്കുക, പാത്രം കവ, പണി ഇതാക്കുക. അപ്പൊ ഒരു സംതൃപ്തി നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്റൻഷൻ ക്ലിയർ ആവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ അടിച്ചു വാരിയാലും മക്കളെ നോക്കിയാലും ഒക്കെ തന്നെ കൂലിയാണ് പഠിച്ചോനൊക്കെ. കാരണം പഠിച്ചോനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം 1000 തിന്മകൾ ചെയ്തിട്ട് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ മാത്രം നോക്കുന്നവനാ പഠിച്ചോന്. പക്ഷെ നമ്മളെങ്ങനെയാ 1000 നന്മ ചെയ്ത് ഒരു തിന്മ ചെയ്താൽ ആ തിന്മനെ മാത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യന്മാർക്കുള്ളത്. അപ്പൊ ഇത്രയും റഹ്മാൻ റഹീമുമായ പടച്ചോനിന്റെ അടുക്കൽ നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം കരുണയുള്ളവരാവുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളെ വീട്ടിന് അയൽവാസികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കാർക്ക് വയ്യ, അല്ലെങ്കിൽ ആ കുട്ടി എക്സാമിൽ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, മോനെ സാരില്ലടാ, അടുത്ത വർഷം എനിക്ക് നല്ല മാർക്ക് വാങ്ങും, അല്ലെങ്കിൽ ഇത് പഠിച്ചോന്റെ ഒരു പരീക്ഷണമായിരിക്കും, നീ ക്ഷമിച്ചാളാം, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു വഴി പഠിച്ചോൻ കാണിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഈ ഒരു വഴി ബ്ലോക്ക് ചെയ്യുന്നവന് നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് മോട്ടീവ് ചെയ്യും, ഒരിത് ദയ കാണിക്കും, കരുണ കാണിക്കും. പക്ഷെ നമ്മളെ കാര്യം എത്തുന്ന സമയത്ത് നമ്മൾ ദയ കാണിക്കാറുണ്ടോ? അല്ല, എനിക്കെന്താ ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ, മക്കളെടുത്ത് പറഞ്ഞു മടുത്ത്, ഒരു പണി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇതാക്കുന്നില്ല, ഒരു പഠിക്കുന്നില്ല, ഇങ്ങനെ സ്വയം പരാതികളും പരിഭവങ്ങളും മാത്രമായിട്ട് നമുക്ക് സ്വയം നമ്മളെ പണിഷ് ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അപ്പൊ നമ്മളെ ലൈഫിന് കൃത്യമായ ഒരു പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയെടുക്കലൊക്കെ നല്ല കൂലിയുള്ള കാര്യം തന്നെയാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി വാങ്ങാൻ സാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. നേരെ മറിച്ച് അതേ സമയത്ത് തന്നെ തെറ്റിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും സ്ത്രീകൾക്കാണ്. സോ നമ്മൾ അവിടെ എടുക്കുന്ന രീതിയിലാണ് എന്താക്കുന്നത് വ്യത്യാസം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിമിതികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചില സമയത്ത് നമുക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. അവിടെയാണ് നമ്മളെ യൂണിക്നെസ്, അല്ലെ? ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കൂല ജുമാന ബീവി പറയുന്നുണ്ടാവാം, ബീവി പറയുന്ന പോലെ ആയിരിക്കൂല ഞാൻ പറയുന്നുണ്ടാവാം. അപ്പൊ ഈ പറച്ചിലുള്ള വ്യത്യാസങ്ങളാണ് എന്നെ ഞാനാക്കുന്നതും ബീവിനെ ബീവി ആക്കുന്നതും ഓരോ ആൾക്കാർ അവരവരാക്കുന്നത്. നമ്മുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്കുള്ള ഞാമത്തിന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് അതാണ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് ഉള്ളതിന് പക്ഷെ ഒരു മനസ്സറിഞ്ഞ് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ ഉള്ളറിഞ്ഞ് പറയുന്നവരായിട്ട് നമ്മൾ മാറുക. ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം എന്താക്കാൻ കൂട്ടാൻ വേണ്ടി പറ്റും, റബ്ബുമായിട്ട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നകളിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് നമ്മളെ കയ്യിലല്ല, റബ്ബിന്റെ കയ്യിലാണ്. സോ ഇന്ന് ഈ ഒരു മൊമെന്റ്, ഇപ്പൊ ഇന്ന് ഈ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇത് ഉള്ളറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സമയം വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ നമ്മുടെ പാസ്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇനി ഇതിനനുസരിച്ചായിരിക്കില്ലേ നമ്മുടെ ഫ്യൂച്ചർ വരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും നന്നാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പ്രസന്റ്, ഈ ഒരു മൊമെന്റിന് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. പണിയെടുക്കുമ്പോഴായാലും, പാത്രം കഴുകുമ്പോഴായാലും, കുട്ടികളെ നോക്കുമ്പോഴായാലും, കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോഴായാലും, ഡ്രസ്സ് അലക്കുമ്പോഴായാലും, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഉള്ളറിഞ്ഞ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം.
നമ്മളെ മുമ്പിൽ ഇപ്പോ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ മുമ്പിൽ കിട്ടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിന് പിന്നിൽ കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വെയിലത്ത് പണിയെടുത്ത ആൾക്കാരുണ്ട്, കൊയ്ത്ത ആൾക്കാരുണ്ട്. സോ ഇവരെടുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുടെ കഷ്ടപ്പാടിൻ്റെതാണ് നമ്മളെ മുമ്പിൽ കിട്ടിയത്. അപ്പൊ ഒരു കഷ്ടപ്പാടില്ലാതെ എനിക്കിത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മളത് ഭക്ഷിക്കുന്ന സമയത്ത് അങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതുവഴി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം ഇതാക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ റമദാനൊക്കെ അല്ലേ, ഖുർആനൊക്കെ ഓതാം, അല്ലെങ്കിൽ രാവിലെ ഒന്ന് നേരത്തെ എണീക്കാന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും കേട്ടോ. നേരത്തെ എണീക്കാന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ എണീക്കുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ചേർത്ത് പറയണം. അപ്പൊ നമ്മൾ എണീക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങാം, റമദാനല്ലേ, രാവിലെ കുറച്ച് ഉറങ്ങിയാലും കുഴപ്പമൊന്നും ഇല്ലാല, അല്ലെങ്കിൽ പണിയെടുത്താലും കുഴപ്പമൊന്നും ഇല്ലാല, കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നോമ്പുറക്കുമ്പോഴത്തേക്ക് ആക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒരു ഹത്തം തീർക്കണം എന്നൊക്കെ നമ്മൾ നിയത്താക്കും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ മടി എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ അടുത്തേക്ക് വരും. അപ്പൊ ആ ഒരു സാധനം നമ്മൾ എന്തൊക്കെ പറയാം, 5, 4, 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ട് അങ്ങ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളെങ്കിലും ആ കാര്യം ചെയ്യുക. ഇപ്പൊ ഖുർആൻ ഓതാം, നിങ്ങൾക്ക് മടി വരുന്നുണ്ട് വിചാരിച്ചു, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതാം, എന്നിട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി വിചാരിക്കും. അപ്പോ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ മടി വരും ആദ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷീണമായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരു 5 മിനിറ്റ് നിസ്കരിക്കുക, ക്ഷീണമാണെങ്കിൽ പോയി കിടന്നുറങ്ങാം. നമ്മൾ ഏതൊരു പ്രവർത്തനം 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. അത് ജീവിതത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സോ നിങ്ങൾ ഏത് കാര്യങ്ങളും ചെയ്യാന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് എങ്കിലും ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി നമുക്ക് എന്താക്കാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വേറെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ ആത്മവിശ്വാസത്തെ കളയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, റബ്ബേ ഞാനിപ്പോ കുറെ സുന്നത്തൊക്കെ നിസ്കരിച്ച്, അല്ലെങ്കിൽ ഞാനിപ്പോ കുറെ ഇതൊക്കെ ചെയ്ത് ആൾക്കാരിപ്പോ എന്താ വിചാരിക്കും, ഓരെന്താ പറയാ, അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. ശരിക്കും നമ്മളെ കൊല്ലുന്നത് ഈ മറ്റുള്ളവരുടെ ഈ ചിന്തകളാണ്. ചിലപ്പോൾ ഒരു ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, കാരണം ഓർക്ക് ചിന്തിക്കാൻ 150 കാര്യങ്ങളുണ്ട്, ഓരോ വീട്ടിലത്തെ പ്രശ്നങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു നമ്മളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മളാണ്. കാരണം ഖബർ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ ഖബറിലേക്ക് പോകുന്നത് നമ്മൾ മാത്രം. നമ്മുടെ ഉപ്പ നമ്മളെ കൂടെ ഉണ്ടാവില്ല, ഉമ്മ നമ്മളെ കൂടെ ഉണ്ടാവില്ല, മക്കള് കൂടെ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ കൂടെ ഉണ്ടാവുക നമ്മൾ ചെയ്ത അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമലുകൾ ചെയ്യുന്ന സമയത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നത് എന്തിനാ? കാരണം നമ്മുടെ ഖബറിലേക്ക് നമ്മളെ പോകും. പിന്നെ പക്ഷെ വേറൊരു കാര്യം ഇസ്ലാമിൽ പറയുന്നുണ്ട്, നമ്മളെ പറ്റി 40 പേര് ആൾക്കാർ നന്മ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗാവകാശിയാണെന്നൊക്കെ ഇസ്ലാമിൽ ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ചെയ്യുന്ന നന്മയാണെന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടോ, നമുക്ക് എന്താക്കാനും മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എല്ലാവരുടെ കണ്ണിലും 100% ഇവൻ ഗുഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. സോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്തനെ എന്താക്കാം, മാക്സിമം മാറ്റിക്കളയാം. ഒരു കഥ പറയാട്ടോ. ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു ഹാഫസ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൃഷിക്കാരൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം കൃഷി ചെയ്യുന്നു, ജീവിക്കുന്നു, മക്കളെ നോക്കുന്നു, നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ആ സമയത്ത് ഒരു പണ്ഡിതൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, നിന്റെ തള്ളവിരലിന്റെ അത്ര വലുപ്പമുള്ള ഒരു വജ്രം നിനക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഈ നാട് മുഴുവനും നിനക്ക് സ്വന്താക്കാൻ വേണ്ടി പറ്റും. ഒരു മുഷ്ടിയോളം വലുപ്പമുള്ള ഒരു വജ്രമാണ് നിന്റെ കയ്യിലിടണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താക്കാൻ കഴിയും, ഈ രാജ്യം മുഴുവനും നിനക്ക് വാങ്ങാൻ വേണ്ടി പറ്റും എന്ന് പറയും. ഇത് കേട്ട ഹാഫിസ് ആകെ അന്താളിപ്പിലേക്ക് പഠിച്ചോനെ, ഇത്ര ഉള്ളതുണ്ടെങ്കിൽ എനിക്ക് ഈ നാട് വാങ്ങാം, ഇത്ര ഉണ്ടെങ്കിൽ ഈ രാജ്യം മൊത്തം വാങ്ങാം. അങ്ങനെ ഹാഫിസിന്റെ ചിന്ത മൊത്തം വജ്രം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹാഫിസ് എന്താക്കുന്ന, ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. രാവിലെ എഴുന്നേറ്റ സമയത്ത് ഹാഫിസ് എന്ത് ചെയ്തു, അങ്ങനെ തന്റെ കൃഷിസ്ഥലമൊക്കെ വിറ്റു, കുടുംബത്തിന് വാങ്ങേണ്ട പൈസ ഒക്കെ കൊടുത്തിട്ട് എന്താക്കി, കുടുംബങ്ങളൊക്കെ ഏൽപ്പിച്ചു, സ്ഥലങ്ങളൊക്കെ വിറ്റു. ഹാഫിസ് എന്താക്കും, വജ്രങ്ങൾ തേടിയിട്ട് സഞ്ചരിക്കുകയാണ്. നാട് ആഫ്രിക്ക മുഴുവനും ഹാഫിസ് അലഞ്ഞു തരണം. വജ്രം ഹാഫിസിനെ കാണാൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തുടങ്ങി നാടിന്റെ നാനാഭാഗത്തിലേക്കും ഹാഫിസ് പോയി. പക്ഷെ എന്നിട്ടും ഹാഫിസിന് എന്താക്കാൻ വേണ്ടി സാധിച്ചില്ല, വജ്രം കാണാൻ വേണ്ടി സാധിച്ചില്ല. അവസാനം ശരീരവും മനസ്സും തളർന്ന് ഹാഫിസ് ഒരു നദിയിൽ പോയി ആത്മഹത്യ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഹാഫിസിന്റെ കൃഷിസ്ഥലം വാങ്ങിയ ആ വ്യക്തി എന്ത് ചെയ്യാണ്, ഒരിക്കലും തന്റെ ഒട്ടകമായിട്ട് ഇങ്ങനെ തോട്ടത്തിലൂടെ പോകുന്ന സമയത്ത്
അരുവിയിൽ ഒരു വെട്ടിത്തിളങ്ങുന്ന ഒരു കല്ല് കാണുകയാണ്. അങ്ങനെ ആ കല്ലെടുത്തിട്ട് തന്റെ വീട്ടിലെ ഷോക്കേസിൽ പോയിട്ട് വെച്ചു. അങ്ങനെ ഈ ഹാഫസിന് ആദ്യം വജ്രം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ആ പണ്ഡിതനെ ഈ ഹാഫസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് ഷെൽഫിൽ ഈ കല്ല് കാണും. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, ഹാഫിസ് വന്നു. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ അപ്പൊ അദ്ദേഹം പണ്ഡിതൻ പറയാണ് ഇത് വജ്രാണ്. അങ്ങനെ ഇത് വജ്രാണോ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവര് തോട്ടത്തിലേക്ക് പോകുന്നു. തെരഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം വജ്രങ്ങളായിരുന്നു. അപ്പൊ ഈ അവസാനം ഇവർക്ക് മനസ്സിലായത് ഹാഫിസിന്റെ തോട്ടം എന്ന് പറയുന്നത്, കൃഷിസ്ഥലം എന്ന് പറയുന്നത് വജ്രങ്ങളുടെ സാമ്രാജ്യമായിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, നമ്മൾ നമുക്കുള്ളതല്ല നോക്കുക, എനിക്ക് കിട്ടാനുള്ളത് വേറെ ആളെടുത്തുന്ന, അല്ലെങ്കിൽ അതാണ് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ള തിങ്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, മറ്റുള്ളവർ അല്ലെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് അക്കരെ പച്ചയായിട്ട് തോന്നും. ശരിക്കും നമ്മൾ പച്ചയിലാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കുക, റബ്ബ് നമുക്ക് തന്നതിനെ മനസ്സിലാക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് വജ്രങ്ങളുടെ സാമ്രാജ്യമുള്ള ഒരു ഉടമസ്ഥയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നുള്ളതല്ല. നമ്മളെ മക്കളില്, ഭർത്താവില്, ഭാര്യമാരിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കാൻ കഴിയും. അതുവഴി സ്വർഗത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. സോ ആ രീതിയിൽ തിങ്ക് ചെയ്യുക, ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മളെ ഡിഫറെന്റ് ആണ്. നമുക്ക് തന്ന സാമ്രാജ്യം വേറെയാണ്. വേറൊരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മക്കൾ എന്ന് പറയുന്നത് പഠിച്ചോ നമുക്ക് നോക്കാൻ വേണ്ടി തന്ന ഒരു ആൾക്കാരാണ് നമ്മളെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളിൽ നമ്മളെ എത്രത്തോളം വളർത്തുന്നോ, എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നോ അത് പഠിച്ചോന്ന് പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും എന്താ പറയാ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മളെ ഉത്തരവാദിത്തത്തിനെ പഠിച്ചോൻ ചോദ്യം ചെയ്യപ്പെടുന്ന, നമുക്ക് കിട്ടിയ സമയം, ആരോഗ്യം പഠിച്ചോൻ ചോദ്യം ചെയ്യും. സോ സാധിക്കുന്നതാ പ്രസന്റിൽ ഇതുവരെ കഴിഞ്ഞതൊക്കെ. ഹലോ, ഈ ഒരു മൊമെന്റില് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഫാത്തിമ ബീവിന്റെ ഒരു ചരിത്രമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ മുത്തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫാത്തിമ ബീവി സ്വയം ഒരു പവറായിട്ട്, ഖദീജ ബീവി ഇല്ലല്ലോ, ഒരു ഉമ്മന്റെ സ്ഥാനം ഒരു ഫാത്തിമ ബീവി ഏറ്റെടുക്കുന്ന ഒരു രംഗം നമുക്ക് ചരിത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. സോ നമ്മളെ വുമൻസ്, സ്ത്രീകൾ എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം പവർ ഉള്ള ഒരാൾക്കാരാണ്. അത് യൂസ് ചെയ്തിട്ട് ഇൻഷാല്ലാ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി വേഗം സാധിക്കുന്നതാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തത് പഠിച്ചും തരൂല. നമ്മളെ ഖബറിലേക്ക് നമ്മൾ മാത്രമേ ആരുമില്ല. ഈ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നം വരുന്ന, ഏതൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, മുന്നോട്ട് സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം. ആസ് യു വിഷ്. വാലൈക്കും അസ്സലാമു അലൈക്കും. ചോദിക്കാൻ സംശയങ്ങള് കൂടുതലില്ല. എല്ലാം അൽഹംദുലില്ലാ, എല്ലാത്തിലും നമ്മൾ ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അത് നമ്മൾ എത്രയും നമ്മൾ മനസ്സോട് ചേർത്ത് ക്ഷമയോട് സ്വീകരിച്ച് മുന്നോട്ട് പോക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അൽഹംദുലില്ലാ, ഇത്രയും സമയം എടുത്ത് നിങ്ങൾ രണ്ടാളും ക്ലാസ് എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഒരുപാട് ഇത്രയും കാര്യങ്ങളിൽ